വ്യൂവേഴ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രേം കെ സിവ കുച്ച് നെഹി എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ബിഫോർ സ്റ്റാർട്ടിങ് എല്ലാവരും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ആക്ടിവിറ്റി സഹി മിലാൻ കരെ എന്ന് പറഞ്ഞാൽ ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ്. താഴെ ഒരു കോളം തന്നിട്ടുണ്ട്. അതിൽ രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അത് തങ്ങളിൽ മാച്ച് ചെയ്യുക. तो उत्तर है पहला उत्तर, कतार में खड़े व्यक्ति को 20 रुपये चाहिए थे. सेकेंड वन, फोटोकॉपी लेने का पैसा बहन के पास नहीं था. चाय के दुकान वाले ने मुझसे पैसा ना मांगा था. अस्पताल के भीतर और बाहर की दुनिया अलग थी. डायरी के आधार पर पूर्ति करे और वाक्य लिखे. അതായത് അടുത്തതൊരു വേർഡ് വെബാണ്, പദസൂര്യൻ. ഇതിൽ പ്രേം സേ അതാണ് സെൻറ്റർ. പ്രേം സേ എന്തൊക്കെയാണ് നമ്മൾ ടെക്സ്റ്റിൽ ഡയറിയിൽ കണ്ടത്? അവിശ്വാസ്, ഇൻസാനിയത്, പിന്നെന്താണ് അതിരിക് പാനേക്ക. ഇതെല്ലാം നമ്മൾ ഇത് കണക്ട് ചെയ്ത്, ഈ പ്രേം സേ കണക്ട് ചെയ്ത് നമ്മൾ എഴുതണം. ഫോർ എക്സാമ്പിൾ താഴെ തന്നിരിക്കുന്ന ജैसे प्रेम से इंसानियत अंकुरित होती है, प्रेम से अविश्वास ख़त्म होता है. ഇതുപോലെ ബാക്കി 3 കോളം സ്നേഹം കൊണ്ട്, സ്നേഹത്താൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ഡയറിയിലുള്ളതുപോലെ എഴുതണം. ആദ്യത്തേത് प्रेम से इंसान के भीतर समर्पण ला सकता है, प्रेम से अतिरिक्त पाने का लालच ख़त्म होता है, प्रेम से एक दूसरे पर अविश्वास, हमले और हिंसा ख़त्म कर सकता है. അടുത്ത പേജിൽ फर्स्ट क्वेश्चन, डायरी में इंसानियत का प्रभाव स्पष्ट करने वाले प्रसंग कौन कौन सा है, ढूंढ कर लिखे. അതായത് ഈ ഡയറി കുറിപ്പിൽ മനുഷ്യത്വത്തിൻ്റെ പ്രഭാവം കാണിക്കുന്ന വരികൾ ഏതൊക്കെയാണെന്ന്, സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ സംഭവം, अस्पताल के कतार में खड़े एक व्यक्ति को रिपोर्ट लेने के लिए 20 रुपये कम थे. लेखिका ने पैसे देकर उसकी मदद की. ആശുപത്രിയിൽ റിപ്പോർട്ട് വാങ്ങാനുള്ള ക്യൂവിൽ നിന്നിരുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിൽ 20 രൂപ കുറവായിരുന്നു. ആ 20 രൂപ ലേഖിക കൊടുത്തു, അയാളെ സഹായിച്ചു. നെക്സ്റ്റ് വൺ, एक अनजान लड़के ने फोटोकॉपी के लिए पैसा जमा कर लेखिका के बहन जो बच्चे को गोद में लेकर खड़ी थी उसकी मदद की. കൈക്കുഞ്ഞുമായി നിന്ന ലേഖികയുടെ സഹോദരിയെ ഒരു അപരിചിതനായിട്ടുള്ള പയ്യൻ ഫോട്ടോകോപ്പി എടുക്കാനുള്ള പൈസ അടച്ച് സഹായിച്ചു. മൂന്നാമത്തേത്, चाय पीने के बाद लेखिका से चाय का पैसा ना लेते ചായ് വാലേനെ ഉസെ സാന്ത്വന ദി. അതായത് ചായ കുടിച്ചതിന് ശേഷം ലേഖികയുടെ കയ്യിൽ നിന്നും ചായയുടെ പൈസ വാങ്ങിക്കാതെ അവരെ സാന്ത്വനിപ്പിച്ചു. സെക്കൻഡ് വൺ, ഹമേ ദൂസറോ സെ സ്നേഹ വ്യവഹാർ കർണ ഹെ, ഇസ് വിഷയ പർ ഏക് ലഘു ലേഖ് ലിഖേ. സ്നേഹ വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തോടെയുള്ള പെരുമാറ്റം. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ലേഖനം എഴുതാനാണ് പറയുന്നത്. ഹമേ ദൂസറോ സെ സ്നേഹിൽ വ്യവഹാർ കർണ ചാഹിയേ. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. ഇസ് വ്യവഹാർ സെ ആപ്സി വിശ്വാസ് ബഡ്താ ഹെ. അതായത് ഈ ഒരു വ്യവഹാരം, ഈ ഒരു സ്നേഹത്തോടെ പെരുമാറുമ്പോൾ മറ്റുള്ളവരോടുള്ള വിശ്വാസം കൂടുന്നു. പിന്നെ വന്നിട്ട് റിശ്ते मजबूत होती है और एक सकारात्मक वातावरण का निर्माण होता है. അതായത് റിശ്ते മസ്ബൂത്ത് ഹോത്താ ഹെ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ കുറച്ചുകൂടെ ഉറപ്പുള്ളതാകുന്നു. സകാരാത്മക് വാതാവരൺ അതായത് നല്ല ഒരു അന്തരീക്ഷം. और एक सकारात्मक वातावरण का निर्माण होता है. നല്ലൊരു അന്തരീക്ഷം രൂപാന്തരപ്പെടുന്നു. എങ്ങനെ? മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറുമ്പോൾ. ഇസ് ഡയറി में लेखिका अनजान लड़का और चाय वाले का व्यवहार बहुत ही महत्वपूर्ण है. അതായത് ഈ ഒരു ഡയറി കുറിപ്പിൽ ലേഖികയുടെ പിന്നെ മുൻപരിചയമില്ലാത്ത പയ്യൻ്റെ
പിന്നെ ആരുടെ ചായക്കാരൻ്റെ എല്ലാം സ്വഭാവം, മറ്റുള്ളവരോടുള്ള ആ ഒരു വ്യവഹാരം, അവരോടുള്ള പെരുമാറ്റം വളരെ ബഹുത് ഹി മഹത്വപൂർണ്ണ ഹെ, വളരെ മഹത്വമുള്ളതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ വാക്യോं पर ध्यान दे, ചർച്ച करे और रेखांकित शब्द की വിശേഷത പഹചാനെ. അതായത് താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അണ്ടർലൈൻ വേർഡ്സ്, കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടില്ലേ, അവയെല്ലാം ഇസ്കി ചർച്ച കരെ, അതിനെക്കുറിച്ച് അതൊന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യണം. എന്താണ്, എന്തിനെക്കുറിച്ച്? ഓർ രേഖാങ്കിത് ശബ്ദക്ക് വിശേഷത പെഹച്ചാനെ. അണ്ടർലൈൻ വേർഡ്സ് ഇല്ലേ, ലഗ, ലഗി, ലഗേ, ലഗി എന്നൊക്കെ, അവ എന്ത് ടൈപ്പ് ഓഫ് വേർഡ്സ് ആണെന്ന്, അത് എന്ത് ടൈപ്പോ അതിൻ്റെ വിശേഷത പെഹച്ചാനെ, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാമറാണേ. ഫസ്റ്റ് വൺ, ആദ്മി ഫോൺ ലഗാനെ ലഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആള് ഫോൺ വിളിക്കാനായി തുടങ്ങി. ബഹൻ റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി, സഹോദരി റിപ്പോർട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ലോഗ് ചില്ലാനെ ലഗെ, ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. ലഡ്കിയ ഖേൽനെ ലഗി, ലഡ്കിയ ഖേൽനെ ലഗി എന്ന് പറഞ്ഞാൽ കളിക്കാൻ തുടങ്ങി. പെൺകുട്ടികൾ കളിക്കാൻ തുടങ്ങി. അപ്പം ഇതെല്ലാം ലഗ, ലഗി അതായത് തുടങ്ങി അതായത് ആക്ഷൻ വേർഡ്സ് ആണ്. ഹിന്ദിയിൽ ആരംഭബോധക് സംയുക്ത ക്രിയ. നെക്സ്റ്റ് ലേഖികയെക്കുറിച്ച്. ജസിന്ത കെർക്കെത്ത, ജന്മ 3 അഗസ്റ്റ് 1983, അതായത് ജനിച്ചത് 3 ഓഗസ്റ്റ് 1983. ജസിന്ത കെർക്കെത്ത കാ ജന്മ ജാർഖണ്ഡ് മേ ഹുവ. ജസിന്ത കെർക്കെത്ത ജാർഖണ്ഡിലാണ് ജനിച്ചത്. വേ ലേഖക് ഐം പത്രകാർ ഹെ, അവർ ലേഖികയും ഒരു പത്രപ്രവർത്തകയുമായിരുന്നു. അങ്കോർ, ഈശ്വർ ഓർ ബാസാർ, ജസിന്ത കി ഡയറി, ജഡോं की ज़मीन ആദി ഉൻകി പ്രമുഖ രചനായേ ഹേ. അല്ല, ഇപ്പോൾ വായിച്ചില്ലേ, ഇവയെല്ലാമാണ് ജസിന്ത കെർക്കെത്തയുടെ പ്രമുഖമായ രചനകൾ. വേ പ്രേരണ സമ്മാൻ, രവിശങ്കർ ഉപാധ്യായ് യുവ കവി സമ്മാൻ, അപരാജിത സമ്മാൻ ആദി സേ പുരസ്കൃത് ഹെ. അതായത് ഇവർ ലേഖിക ഈ പറയുന്ന, അതായത് പ്രേരണ സമ്മാൻ, രവിശങ്കർ ഉപാധ്യായ് യുവ കവി സമ്മാൻ, അപരാജിത സമ്മാൻ, ഇതെല്ലാം ഓരോ പുരസ്കാരങ്ങളാണ്. ഈ പുരസ്കാരങ്ങളെല്ലാം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ടെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, मैंने 20 रुपये निकाल कर उसकी और बढ़ा दिए. यहाँ ലേഖിക കാ कौन सा മനോഭാവ് പ്രകट होता है. ഇവിടെ പറയുന്ന, ഞാൻ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഞാൻ 20 രൂപ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. ഇത് ലേഖികയുടെ ഏത് മനോഭാവത്തെയാണ് പ്രകടമാക്കുന്നത്? तो उत्तर है, इस वाक्य में लेखिका का दया या കരുണ കാ മനോഭാവ് പ്രകट होता है. അതായത് ഈ വാക്യങ്ങളിൽ നിന്നും ലേഖികയുടെ, എഴുത്തുകാരിയുടെ ദയ അല്ലെങ്കിൽ കരുണ എന്ന മനോഭാവമാണ് വാക്യത്തിൽ പ്രകടമാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഹി വഹ് 20 रुपये नहीं थे, इसे आपने क्या समझा. ഇല്ല, അത് വെറും ഒരു 20 രൂപയായിരുന്നില്ല. ഈ ഒരു വാക്യത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഇസ് വാക്യ കാ സമജ് യേ ഹേ കി, ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്, ഉസ് 20 रुपये കാ മൂല്യ ഉസ്സേ ഭി അധിക് ഥാ. ആ 20 രൂപയുടെ മൂല്യം അതിൽ നിന്നും വളരെ അധികമായിരുന്നു. എൻ്റെ വോയിസിന് കുറച്ച് ക്ലാരിറ്റി പ്രശ്നമുണ്ട്. കുറച്ച് ദിവസമായിട്ട് വൈറൽ ഫീവറും ത്രോട്ട് പ്രശ്നവും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്, ഒന്നും വിചാരിക്കരുത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है, ऐसा क्यों कहा गया है. അതായത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലും പുറത്തും വ്യത്യസ്തമായ ലോകമാണ്. ഇങ്ങനെ എന്തുകൊണ്ടാകാൻ പറഞ്ഞത്? ഉത്തർ ഹെ, अस्पताल के भीतर और बाहर की दुनिया अलग है क्योंकि, അതായത് ഹോസ്പിറ്റലിന് അകത്തുള്ളതും പുറത്തുള്ളതുമായ ജീവിതം വളരെയധികം വ്യത്യസ്തമുള്ളതാണ്. अस्पताल के अंदर बीमारी, अभाव और दुख का माहौल है. അതായത് ഹോസ്പിറ്റലിനുള്ളിൽ ബീമാരി, അസുഖം, രോഗം,
അഭാവ് ഇല്ലായ്മ, പിന്നെ ദുഃഖം ദുഃഖ് കാ മാഹോൽ ഹെ എന്നീ അന്തരീക്ഷമാണ്. ജബ്കി പക്ഷേ ബാഹർ സാധാരണ ലോഗോं के जीवन में പക്ഷേ പുറത്ത് സാധാരണക്കാരുടെ ജീവിതത്തിൽ പ്രേം, സ്നേഹം, ആത്മീയത और മനുഷ്യത്വ ബച്ചി ഹെ മനുഷ്യത്വം ബച്ചി ഹെ മീനിങ് അവശേഷിക്കുന്നു. लास्ट क्वेश्चन, इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता. അതായത് ഈ ഭൂമിയെ സ്നേഹമല്ലാതെ അതായത് സ്നേഹത്തിനല്ലാതെ മറ്റൊന്നിനും രക്ഷിക്കാൻ കഴിയില്ല. ഇസ് പർ അപ്ന മത് പ്രകട് കരെ. ഈ വാക്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കൂ. ആൻസർ, इस वाक्य सही है क्योंकि प्रेम ही एकमात्र मूल्य है जो मनुष्य के भीतर समर्पण ला सकता है, लालच, हिंसा और अविश्वास को ख़त्म कर सकता है और धरती पर शांति बनाए रख सकता है. ഈ വാചകം ശരിയാണ്. കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ സമർപ്പണം കൊണ്ടുവരാനും അത്യാഗ്രഹം, അക്രമം, അവിശ്വാസം എന്നിവ ഇല്ലാതാക്കാനും ഭൂമിയിൽ സമാധാനം നിലനിർത്താനും കഴിയുന്ന ഒരേ ഒരു മൂല്യം സ്നേഹം മാത്രമാണ്. എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. I'll meet you in next class. Thank you.